ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. നമ്മൾ ആയുർവേദ ശാസ്ത്രത്തെ ആസ്പദമാക്കിയാണ് പലതും അതിനോട് ചേർത്ത് വെച്ച് സംസാരിച്ചു വന്നിരുന്നത്. അതിൽ ആയുർവേദത്തിൻ്റെ ഏറ്റവും പരമോന്നത സംഭാവനകളിൽ ഒന്നായി കാണുന്നത് ആരോഗ്യശാസ്ത്രത്തെ സുഷുപ്തിയിൽ ചേർത്ത് വെച്ച് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രം ഇനിയും ഗാഢമായ സുഷുപ്തിയെ ആയുർവേദശാസ്ത്രം ആരോഗ്യത്തിനു വേണ്ടി പഠിച്ചതുപോലെ പഠിച്ചില്ല എന്ന് പറയുന്നതിൽ തെല്ലും അപാകതയുണ്ടെന്ന് തോന്നുന്നില്ല. ആഹാരം, ബ്രഹ്മചര്യം, നിദ്ര, ഇവ മൂന്നുമാണ് ആയുർവേദത്തിൻ്റെ ത്രിസ്തൂണങ്ങൾ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷമെന്ന 4 സ്തംഭങ്ങളും അതിൽ ആഹാരം, നിദ്ര, ബ്രഹ്മചര്യമെന്ന 3 സ്തംഭങ്ങളും പ്രത്യേകം ആയുർവേദത്തിൽ പ്രസ്താവ്യമാണ്. അതിനെ ആസ്പദമാക്കി ആഹാരത്തിൻ്റെ ബഹുവിധങ്ങളായ ചർച്ചകളും പഠനങ്ങളും ആയുർവേദത്തിലുണ്ട്. ആഹാരമെന്ന് പറയുമ്പോൾ തന്നെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവ 5 ആഹാരമാണ്. പഞ്ചേന്ദ്രിയ വിഷയങ്ങൾ 5 ആഹാരമാണ്. എത്രമാത്രം ഒരുവന്റെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ബന്ധപ്പെടുന്നുവോ അതെത്ര കണ്ട് നിർമ്മലമായിരിക്കുന്നുവോ, എത്ര കണ്ട് അർത്ഥം അല്ലെങ്കിൽ വിഷയം ന്യൂനമിഥ്യ അതിയോഗങ്ങളില്ലാതിരിക്കുന്നുവോ അത്ര കണ്ട് ആരോഗ്യമുണ്ടാവും. ശബ്ദം വളരെ ശ്രദ്ധിച്ച് ആരോഗ്യത്തിനുതകുമാറ് രൂപപ്പെടുത്തേണ്ടതാണ്. മാനവ പുരോഗതിയുടെയും മാനവ വികാസത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ ശബ്ദം ആരോഗ്യത്തിനുതകുമാറല്ല ഉപയോഗിക്കുന്നത്. ശബ്ദശാസ്ത്രത്തെ ആസ്പദമാക്കി ഭാരതീയ വൈജ്ഞാനികർ ശിക്ഷാശാസ്ത്രം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ശബ്ദങ്ങളെ, ശബ്ദവൈചിത്ര്യങ്ങളെ, ശബ്ദാനുമേയങ്ങളായ പദാർത്ഥനിരകളെ ഒക്കെ അറിഞ്ഞ് ആരോഗ്യത്തിനുതകുമാറ് ഒരു വിജ്ഞാന ശാഖ ശിക്ഷാശാസ്ത്രം വഴിയും പദാർത്ഥ വിജ്ഞാനം വഴിയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആയുർവേദത്തിൻ്റെ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ പഠിക്കേണ്ട ഒന്നാണ് പദാർത്ഥ വിജ്ഞാനം. പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും എന്നു തന്നെയാണ് അർത്ഥം. ദ്രവ്യവിജ്ഞാനം വേറൊരു ശാഖയാണ്. ന്യായശാസ്ത്രത്തെ ഉപയോഗിച്ച് ന്യായശാസ്ത്രത്തിൻ്റെ അന്തർനിഹിതങ്ങളായിരിക്കുന്ന രഹസ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ആയുർവേദം പദാർത്ഥ വിജ്ഞാനത്തെക്കുറിച്ച് വളരെയേറെ പറയുന്നത്. മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്കവയും ശ്രദ്ധിക്കാം.
ശിക്ഷാശാസ്ത്രത്തിൽ വർണ്ണം, മാത്ര, സ്വരം ഇവയുടെ വളരെ വിപുലമായ പഠനമുണ്ട്. ഒരു ഉച്ചാരണത്തിലെ സ്വരസ്ഥാനം തെറ്റുമ്പോൾ എങ്ങനെ ആരോഗ്യം നഷ്ടപ്പെടും? ശബ്ദത്തിൻ്റെ സ്ഥാനങ്ങളൊന്ന് തെറ്റി ഉപയോഗിച്ചാൽ, അതിനാണ് കുട്ടിക്കാലത്ത് ഭാഷയും മറ്റും ശിക്ഷാശാസ്ത്രത്തെ ആസ്പദമാക്കി നൈപുണിയുള്ള അധ്യാപകർ ശ്രദ്ധാപൂർവം പഠിപ്പിച്ചിരുന്നത്. ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ സിലബസൊക്കെ വളരെ ക്ഷേമമാണ്. കെങ്കേമങ്ങളായ സിലബസുകൾ, ഇൻ സർവീസ് കോഴ്സുകൾ വരെ നൽകിയാലും നന്നായി പഠിപ്പിക്കാൻ അറിയില്ലാത്ത അധ്യാപകർ, പഠിക്കാൻ താൽപ്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾ, പഠനകാലം വികലമായി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. എന്തെഴുതി വെച്ചാലും ചോദ്യം അറ്റൻഡ് ചെയ്താൽ പോലും മാർക്ക് കൊടുക്കണമെന്നുള്ള നിർബന്ധമുള്ള പരീക്ഷാ സമ്പ്രദായങ്ങൾ, അറിവിനെ അറിവില്ലായ്മ ഗ്രസിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യം മരീചികയായി മാറുകയാണ് ചെയ്യുന്നത്. ഭാരതീയ വൈജ്ഞാനികർ ഈ അപകടത്തെ വളരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശിക്ഷാ സമ്പ്രദായത്തെ, ശിക്ഷണ രീതിയെ രൂപപ്പെടുത്തിയിരുന്നത്. വളരെ വളരെ ചെറുപ്പത്തിലാണ് നല്ല നിലകളിലുള്ള അറിവുകൾ അവരെ പഠിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് വ്യാകരണശാസ്ത്രം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, സ്വരവിന്യാസ ചിന്തനം മുതലായവയൊക്കെ പഠിപ്പിക്കുമ്പോൾ പാണിനീയ ശിക്ഷ, വാസിഷ്ഠ ശിക്ഷ, നാരദീയ ശിക്ഷ തുടങ്ങിയ ശിക്ഷാശാസ്ത്രങ്ങൾ തന്നെ ഒട്ടു വളരെയുണ്ട്. വളരെ ശ്രദ്ധിച്ച് സ്വരങ്ങൾ സ്വരസ്ഥാനങ്ങളിൽ നിന്ന് വളരെ കൃത്യതയോടെ ഉൽപ്പന്നമാകുമ്പോൾ കോശങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദവും കോശവ്യാപാരങ്ങൾക്കുണ്ടാകുന്ന ഊർജ്ജസ്വലതയും ഒക്കെ അവർ അനുഭവിച്ചറിയുകയും പഠിപ്പിക്കുകയും അവയെ പ്രചരിപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നു. ഇന്ന് വിദ്യാഭ്യാസത്തിന് അങ്ങനൊരു നില ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ വാചിക പ്രവർത്തനങ്ങൾക്ക് സ്വരവിന്യാസ ചിന്തനത്തിന് പങ്കുണ്ടെന്ന് തന്നെ നാം കരുതുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആഹ്രിയന്ത ഇത്യാഹാരഹ എന്നതിലെ ആഹാരം, ശബ്ദം, എന്തിനെ ത്വക്ക് സ്പർശിക്കണം, എന്തിനെ സ്പർശിക്കരുത്, ത്വക്കിൽ ഏത് തരത്തിലുള്ള വായു സ്പർശിക്കണം, സ്പർശിക്കരുത് തുടങ്ങിയവയ്ക്കൊക്കെ നിയമമുണ്ടായിരുന്നു. അനേക വിധങ്ങളായ ത്വക്ക് രോഗങ്ങളുടെ കാലമാണിതെന്ന് പറയാം. ത്വക്ക് രോഗങ്ങളില്ലാത്ത ആളുകൾ വളരെ കുറവാണെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അതുകൊണ്ട് തന്നെ ശരീരമാകെ വ്യാപിച്ചിരിക്കുന്നതും സ്പർശമെന്ന വിഷയമാകുന്നതുമായ ഒരാഹാരം
നമ്മുടെ ആരോഗ്യത്തിൽ വഹിക്കുന്ന പങ്ക്. സ്പർശം കൊണ്ട് സ്പർശഗ്രാഹികളായ അറിവിൻ്റെ അഗ്രങ്ങളെ രോഗനിർമ്മാർജ്ജനത്തിലും ആരോഗ്യ സ്ഥാപനത്തിലും എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള പഠനം. ശബ്ദം പോലെ തന്നെ സ്പർശവും അവിടെ പ്രാധാന്യമുള്ളതാണ്. സുശ്രുതൻ ദുന്ദുഭ്യധ്യായത്തിൽ സുശ്രുത സംഹിത ജനപദധ്വംസക രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് എന്ന് തോന്നുന്നു. ഭൂമിയിൽ പലതരത്തിലുള്ള അണുകങ്ങൾ, ദൃഷ്ടകൃമികളും അദൃഷ്ടകൃമികളും ഉണ്ട്. അവ രോഗങ്ങളെ ഉണ്ടാക്കാറുണ്ട്. ദുന്ദുഭ്യധ്യായത്തില് സുശ്രുതൻ ദുന്ദുഭി, പെരുമ്പറ, തോലിൽ മരുന്നു പുരട്ടി ദുന്ദുഭി കെട്ടി നാദമുണ്ടാക്കി അണുകൃമികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ളൊരു പദ്ധതി തന്നെ പറയുന്നുണ്ട്. ദുന്ദുഭിയിൽ പെരുമ്പറയിലടിച്ച് ശബ്ദമുണ്ടാക്കുമ്പോൾ ഔഷധമൂല്യമുള്ള ശബ്ദം ഏതു ദൂരം വരെ പോകുന്നുവോ അവിടെ വരെയുള്ള അണുകൃമികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ളൊരു പദ്ധതിയെ ഇന്നേക്ക് സംവത്സരങ്ങൾക്ക് മുമ്പ് സങ്കല്പിക്കുക. ശ്രദ്ധിച്ചു നോക്കേണ്ട കാര്യമാണ്. രസകരമായ ഒന്ന്, കേരളത്തിൽ പുള്ളുവൻ പാട്ട് എന്ന് പറഞ്ഞൊരു അനുഷ്ഠാന കലാരൂപമുണ്ട്. ഇപ്പം കേരളത്തിൽ ഏതാണ്ട് നാമാവശേഷമായി വരുന്ന കലാരൂപങ്ങളിൽ ഒന്നാണിത്. വിദ്യാസമ്പന്നരുടെ ഭാഷയിൽ, പുരോഗമനക്കാരുടെ വാങ്മയങ്ങളിൽ, ആധുനികരുടെ സങ്കല്പനങ്ങളിൽ ഒരു അന്ധവിശ്വാസം. രസകരമായി പറഞ്ഞാൽ ഉന്നതരുടെയും, അതായത് ഉന്നത കുലജാതരുടെയും സമ്പന്ന സവർണ വിഭാഗങ്ങളുടെയും ഒക്കെ വീട്ടിൻ്റെ തിണ്ണയിൽ വന്നിരുന്ന് ഒരു കലത്തിന് പുറത്ത് പകുതി ഭാഗത്തോളം തോലിട്ട് കലത്തിൻ്റെ വായ്ക്കൽ നിന്ന് ഒരു ചരട് വലിച്ച് കെട്ടി ഒരു സ്ത്രീ ആ ചരടിൻ്റെ അറ്റത്തേക്ക് കാല് നീട്ടി വെച്ച് ഒരു ഉരുണ്ട കല്ലുകൊണ്ട്, കൃത്രിമമായി അവർ നിർമ്മിച്ച ഉരുണ്ട കല്ലുകൊണ്ട് ആ നീട്ടിയ ചരടിൽ നാദമുണ്ടാക്കി പാടുന്നതാണ് അതിലെ ഒരു ഭാഗം. മറുഭാഗം ഒരു പുരുഷൻ അവരോടൊപ്പം ഇരുന്ന് വീണ വായിക്കുകയും, ഈ വീണയുടെ ചരടും ആ വീണയുടെ പാദമുറപ്പിച്ചിരിക്കുന്നിടത്ത് വരുന്ന തോലും മരുന്നരച്ച് പുരട്ടിയിട്ടുള്ളവയാണ്. ഔഷധവീര്യമുള്ള കൂട്ടുകൾ കൊണ്ട് തീർത്തതാണ് നാദമുണ്ടാക്കാൻ തട്ടുന്ന കല്ല്. പാരമ്പര്യമായി അനുഷ്ഠാന കലാരൂപത്തിൽ അവർ പാടുന്ന പാട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ ഉതിർക്കുന്ന ഈ നാദം ഔഷധവീര്യത്തോടുകൂടി ഏതു ദൂരം വരെ പോകുമോ
അതിനു അപ്പുറത്തേക്ക് ഹേ അണുകൃമികളെ നിങ്ങൾ ഓടിപ്പോയിക്കൊള്ളുവിൻ, ഭൂതഗ്രാമങ്ങളെ നിങ്ങൾ ഓടിക്കൊള്ളുവിൻ, ഇല്ലെങ്കിൽ ഈ നാദത്തിനുള്ളിൽപ്പെട്ടാൽ നിങ്ങളുടെ നാശം നിശ്ചയമാണ്. ഇതാണ് ആ പാട്ടിൻ്റെ ഈരടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഔഷധവീര്യമുള്ള വസ്തുക്കൾ ചേർത്തരച്ചുണ്ടാക്കിയ കല്ലുകൊണ്ട് ഔഷധവീര്യം തേച്ച് ഉണക്കിയെടുത്ത കയറിൽ ചരടിൽ നാദമുണ്ടാക്കി ആ നാദം കൊണ്ട് ഒരു ഗ്രാമത്തെ ആതുരത്വത്തിലേക്ക് നയിക്കാവുന്ന അണുകൃമികളെ മുഴുവൻ ഓടിക്കുന്ന ഒരു പദ്ധതി ഒരനുഷ്ഠാന കലാരൂപമായി വികസിച്ച് സാംക്രമിക രോഗങ്ങളിൽ ഒട്ടുവളരെ വരാവുന്നവയെ മുഴുവൻ നിയന്ത്രിക്കാവുന്ന ഒരു പദ്ധതി അതിനിസ്സാരമായ അല്പം അവകാശങ്ങളായ ഒരു പറ നെല്ലോ, ഒരു നാഴി നെല്ലോ, ഒരു നാഴി അരിയോ, 2 തുണിയോ കൊടുത്ത് സൗകര്യമായി തീർത്തത് ആയിരക്കണക്കിന് നിലകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ അന്തരീക്ഷത്തിൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഗവേഷണം നടത്തി ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിച്ച് വോളണ്ടിയർമാരിൽ പരീക്ഷണം നടത്തിയെടുത്ത മരുന്ന് ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റും കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യവും 100 കണക്കിന് ഗവേഷക പ്രമാണിമാരായ ഭിഷഗ്വരന്മാരും 100 കണക്കിന് മുറികളും അണുകൃമികൾക്ക് വസിക്കുവാൻ പര്യാപ്തങ്ങളായ AC സംവിധാനങ്ങളും റിസപ്ഷനിസ്റ്റും ഫിനാൻസ് കൺട്രോളറും ക്യാൻറ്റീനുകളുമുള്ള അതിബൃഹത്തായ സൗകര്യത്തിനകത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് കിടന്ന് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ നാം ഇത് പറയുന്ന നിമിഷം വരെ പോലും ഒരു വൈറസിനെ ആട്ടിയോടിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് പോലും ആധുനിക ഗവേഷണ പഠനങ്ങൾക്കു ശേഷം ഇല്ല എന്നത് ലജ്ജാകരമാണ്. എന്നാൽ ഗവേഷണങ്ങളെക്കുറിച്ചും അറിവിനെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷിൽ പറയാനറിയാവുന്നതിനെക്കുറിച്ചും ഒടുത്തൊരുങ്ങുന്നതിനെക്കുറിച്ചുമുള്ള അഹന്തയോ ആകാശം മുട്ട വളർന്നു നിൽക്കുന്നതുമാണ്. അഞ്ചു വർഷം മുമ്പ് 50 കമ്പനികളാണ് വൈറസുകളുടെ ഗവേഷണത്തിൽ പങ്കുവഹിച്ചിരുന്നത്. ലോകത്തെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഒന്നിൽ നിന്ന് പോലും വൈറസ് ഗവേഷണത്തിന് ഒരു കമ്പനിയും തയ്യാറായിരുന്നില്ല എന്നത് പ്രത്യേകം സ്മരണീയവുമാണ്. ഇന്ന് 5ഓളം കമ്പനികളാണ് ഈ രംഗത്തുള്ളതെന്നാണ് സ്ഥിതിവിവരക്കണക്കുകളിൽ ചിലത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളവർ പറയുന്നത്. ഒരു ഗവേഷണത്തിന്റെ ഫലമായി പോലും വൈറസുകളെ ഏറ്റുമുട്ടുവാൻ ലോകത്തിന് ഒരു മരുന്നും ഇല്ലെന്നുള്ളതാണ് അവരൊക്കെ തുറന്നു സമ്മതിക്കുന്നത്. പ്രാചീനമായൊരു അന്ധവിശ്വാസത്തിന് ഈ ഗവേഷണങ്ങളുടെയും ഈ ചെലവുകളുടെയും മുകളിൽ ഒരു ശബ്ദത്തെ ഔഷധങ്ങളുടെ ആധാരത്തിൽ ആട്ടിയോടിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അത് നാം ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു പഠിക്കുന്നത് ഉചിതമായിരിക്കും. അപ്പൊ ശബ്ദത്തെ എങ്ങനെയെല്ലാം ഔഷധത്തിന് ഉപയോഗിക്കാം, അത് രോഗനിവാരണത്തിന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടും, ആരോഗ്യം എങ്ങനെയാണ് അത് രൂപപ്പെടുത്തുന്നത്, അതുപോലെ സ്പർശവും.
പരിഷേകം, അരച്ചു പുരട്ടൽ. ഒരു 50 കൊല്ലം മുമ്പ് കുട്ടികളുടെ ദേഹത്തും മറ്റും ഔഷധമൂല്യമുള്ള എണ്ണകളും മറ്റും കാച്ചി പുരട്ടുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രവും അതിൻ്റെ ഭിഷഗ്വരന്മാരും ചില്ലറയൊന്നുമല്ല കളിയാക്കിയിരുന്നത്. മാരകങ്ങളായ എല്ലാ രോഗങ്ങളും ഒരു മരുന്നരച്ച് നെറുകയിൽ തളം വയ്ക്കുമ്പോഴോ ഒരു മരുന്നരച്ച് ദേഹത്ത് പുരട്ടുമ്പോഴോ ഒരെണ്ണ കാച്ചി തേക്കുമ്പോഴോ മാറിയിരുന്നു എന്ന് വരുമ്പോൾ ഔഷധങ്ങൾ ഉപയോഗിച്ച് കാച്ചിയെടുത്ത എണ്ണ പുരട്ടാനുള്ളത്, പുരട്ടുന്ന ഔഷധങ്ങൾ അരച്ചത് കൽക്കൻ, ഇവയൊക്കെ പ്രാചീന ആയുർവേദം സ്പർശനത്തിൽ ഉപയോഗിച്ചത് എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. വിചിത്രമായൊരു സത്യം, ഭാരതീയമായ ഈ ഏർപ്പാട് അഭ്യംഗവും തുടർന്നുള്ള കുളിയുമെല്ലാം പാശ്ചാത്യരെ വരെ ആകർഷിച്ചു തുടങ്ങിയപ്പോൾ ബഹുരാഷ്ട്ര ഭീമന്മാർ കുട്ടികളെ തെപ്പിക്കാനുള്ള എണ്ണയുടെയും മറ്റും നിർമ്മാണത്തിലേക്ക് ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ത്വക്കിനെയും ആന്തരിക കലകളെയും കോശങ്ങളെയും വാർദ്ധക്യത്തിലേക്ക് വളരെ വേഗം നയിക്കുകയും ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ വരുത്തിവെക്കുകയും ചെയ്യാവുന്ന കോശവാർദ്ധക്യത്തിന് ഉപോത്ബലകങ്ങളായ എണ്ണകളാണ് ഈ കമ്പനികൾ മാർക്കറ്റിലെത്തിക്കുന്നത് എന്നത് വിചിത്രമായ സത്യമാണ്. സിന്തറ്റിക് ഓയിലെന്നും മിനറൽ ഓയിലെന്നും ഒക്കെ നാമകരണം ചെയ്തെത്തുന്ന ഈ എണ്ണകൾ പാരമ്പര്യ വിജ്ഞാനമുള്ള കോശങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മുമ്പ് ആയുർവേദാദികളിലൂടെ ഉണ്ടാക്കി വന്നതിൻ്റെ തുടർച്ചയല്ല. തേങ്ങയിൽ നിന്നെടുക്കുന്ന എണ്ണ, ഓടൽക്കുരുവിൽ നിന്നെടുക്കുന്ന എണ്ണ, ആവണക്കിൻ്റെ കുരുവിൽ നിന്നെടുക്കുന്ന എണ്ണ, എള്ളിൽ നിന്നെടുക്കുന്ന എണ്ണ, ജീവികളുടെ മജ്ജയിൽ നിന്നെടുക്കുന്ന എണ്ണ, പശു എരുമ മുതലായവയുടെ പാലുറച്ച് കാച്ചി ഉറച്ച് അത് കടഞ്ഞ് എടുക്കുന്ന വെണ്ണ, ഉരുക്കിയെടുക്കുന്ന എണ്ണ, നെയ്യ്, ഇങ്ങനെ പലതര സ്നേഹദ്രവ്യങ്ങളുണ്ട്. ദേവതാരം മുതലായവയുടെ തടിയിൽ നിന്നും കൂവളം മുതലായവയുടെ വേരുകളിൽ നിന്നും ആടലോടകം, തെരുവപ്പുല്ല് മുതലായവയുടെ ഇലകളിൽ നിന്നുമെല്ലാം എണ്ണയെടുക്കുന്നുണ്ട്. ഇങ്ങനെ അനേക വിധങ്ങളായ എണ്ണകളുണ്ട്. ഗുണത്തിലും വീര്യത്തിലും വിഭാഗത്തിലും ഒക്കെ ഇവയ്ക്ക് വ്യത്യാസവുമുണ്ട്. എള്ളെണ്ണ ഉപയോഗിക്കേണ്ടുന്ന രംഗങ്ങളും വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടുന്ന രംഗങ്ങളുമൊക്കെ വ്യത്യസ്തമായുണ്ട്. എള്ളെണ്ണ നല്ലൊരു യോഗവാഹിയും കൂടിയാണ്. കൊണ്ടുപോകുന്ന ഔഷധത്തെ അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്തിച്ച്
പ്രയോജനപ്പെടുത്തുന്ന അത്യുത്തമമായ ഒരെണ്ണയാണ് എള്ളെണ്ണ. ഇവയൊക്കെ ചേർത്താണ് പൗരാണികർ ഔഷധമൂല്യമുള്ള എണ്ണകൾ കാച്ചിയിട്ടുള്ളത്. അവയെ ആസ്പദമാക്കി ഒരു വലിയ ശാഖ തന്നെ അഭ്യംഗവും മറ്റുമായി ആയുർവേദത്തിലുണ്ട് താനും. ക്ഷീരബല പോലുള്ള ആവർത്തനത്തിൽ കാച്ചുന്നവയുണ്ട്. 101 ആവർത്തി ക്ഷീരബല, 101 ആവർത്തി ധാന്വന്തരം, 7 ആവർത്തി സഹചരാദി, 7 ആവർത്തി കാർപ്പാസസ്ത്യാദിയൊക്കെ ആവർത്തനത്തിലൂടെ കാച്ചിയെടുക്കുന്ന എണ്ണകളാണ്. അഫേഷ്യ, അർദ്ധിതം, ചിറികോടൽ ഒരേ പേരാണ്. പര്യായങ്ങൾ ഉപയോഗിച്ചു എന്നേയുള്ളൂ, വ്യത്യസ്ത ഭാഷാ നാമങ്ങൾ ഉപയോഗിച്ചു എന്നേയുള്ളൂ. അതിൽ ഒരു തുള്ളി ക്ഷീരബല 101 ആവർത്തി നസ്യം ചെയ്യുമ്പോഴും അല്പമൊന്ന് കോടിയ ഭാഗത്തിനെതിരെ പുരട്ടുമ്പോഴും ആ നാഡികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും എങ്ങനെ അഫേഷ്യ മാറുന്നുവെന്നും നോക്കിയാൽ സ്പർശനം കൊണ്ടുള്ള കളി നമുക്ക് ബോധ്യമാവും. ദേഹമാകെ എണ്ണയോ കുഴമ്പോ തേപ്പിച്ച്, തലയിൽ എണ്ണ തേപ്പിച്ച്, കൈകൊണ്ട് തടവി എണ്ണയെ അയോണീകരിച്ച് രോമകൂപത്തിനുള്ളിലൂടെ എണ്ണ കടന്നുള്ളിലേക്ക് ചെന്ന് ആഡിപ്പോസ് ഗ്രന്ഥികളിൽ സൂക്ഷിച്ചിട്ടുള്ള കൊഴുപ്പുകളെ മുഴുവൻ സ്വീകരിച്ച് പുറത്തേക്ക് വരുന്നതും ശരീരത്തെ ശുദ്ധീകരിക്കുന്നതുമായ അഭ്യംഗം കൊണ്ടുള്ളതായ കളികളും മറ്റും സ്പർശനത്തിൻ്റെ ശ്രദ്ധേയങ്ങളായ രംഗങ്ങളാണ്. വളരെ ശ്രദ്ധിച്ച് ആയുർവേദം രൂപപ്പെടുത്തിയിട്ടുള്ള ഈ പ്രക്രിയകളിൽ ഈ എണ്ണകൾ ഓരോന്നും നാം കൊണ്ടുപോയി നാനോമീറ്ററുകളിൽ വെച്ച് നോക്കിയാൽ അവ പ്രദർശിപ്പിക്കുന്നത് നാനോ ഡിസ്കുകളാണ്. നാനോ ട്യൂബുകൾ പോലുമല്ല. വീടുകൾക്കുള്ളിലൊരു ഇരുമ്പ് ചട്ടിയിലോ ഒരു ഓട്ടുരുളിയിലോ അതിസൂക്ഷ്മമായ അരച്ച മരുന്നുകൾ എണ്ണയിൽ കലക്കി അടുപ്പത്ത് വച്ച് ചെളിപാകം വരെ കാച്ചി ഇട്ടുവച്ചിരുന്ന അടുത്ത ദിവസം മെഴുപ്പാകത്തിലേക്ക് അരിച്ചെടുത്ത് നസ്യാദികൾക്ക് ഉപയോഗിക്കുമ്പോഴും മണൽപ്പാകത്തിലേക്ക് അരിച്ചെടുത്ത് തേക്കുവാനും മറ്റും ഉപയോഗിക്കുമ്പോഴും ത്വക്കിൽ സ്പർശിക്കുന്ന ഒരെണ്ണയുടെ പ്രവർത്തനം കൊണ്ട് മാറിയിരുന്ന രോഗങ്ങളുടെ പട്ടിക നോക്കുമ്പോഴാണ് ആയുർവേദം എത്ര നാനോ തലത്തിലേക്ക് സൂക്ഷ്മമായി ഇറങ്ങിച്ചെന്നിരുന്നു യുഗസഹസ്രങ്ങൾക്ക് മുമ്പ് എന്ന് തിരിച്ചറിയുന്നത്. അതിൻ്റെ കച്ചവട സാധ്യതയെ കണ്ട് ലിക്വിഡ് പാരഫിനും ഔഷധങ്ങൾ ചേർത്ത് കാച്ചി വൻതോതിലിറക്കി ആധുനികതയുടെ പേരിൽ കുട്ടികൾക്ക് തേക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ആധുനിക വിദ്യാഭ്യാസമുള്ള തള്ളമാരെ ഭ്രമിപ്പിച്ച് തലയിലും ദേഹത്തും തേച്ച് കോശാന്തരങ്ങൾ വാർദ്ധക്യത്തിലേക്ക് കടന്ന് സകല ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകളും രംഗപ്രവേശം ചെയ്ത് അകാല വാർദ്ധക്യത്തിലേക്ക് എത്തുകയും മുടിനരയും മറ്റും നേരത്തെ തുടങ്ങുകയും മറ്റും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അത് നിയന്ത്രിക്കാനാവാതെ ഗവൺമെന്റുകൾ വിഷമിക്കുമ്പോൾ വ്യാവസായിക പുരോഗതിയുടെയും പരിഷ്കാരത്തിൻ്റെയും കളിത്തൊട്ടിൽ ആധുനികൻ വലിച്ചുകൂട്ടുന്ന രോഗങ്ങളുടെ പട്ടിക എത്രയാണെന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ശബ്ദം, സ്പർശം, രൂപം. ഒരു കുഞ്ഞ് മാതൃഗർഭത്തിൽ നിന്ന് പുറത്തെത്തുമ്പോൾ ഇന്ന് നൂറുകണക്കിന് ആളുകളെയാണ് കാണുന്നത്.
ഗർഭത്തിൽ കിടക്കുമ്പോഴേ കത്തി കണ്ട് ഭയന്ന് വരാനിരിക്കുന്ന കാലം ഓട്ടിസത്തിലേക്കും മറ്റും തൻ്റെ മസ്തിഷ്കത്തെ മാറ്റിമറിക്കാൻ പര്യാപ്തമായാണ് കുഞ്ഞിൻ്റെ ജനനമുണ്ടാകുന്നത്. മാതാവിൻ്റെ ഗർഭത്തിൽ നിന്ന് സ്നേഹനിർഭരയായൊരു ധാത്രി കുഞ്ഞിനെ പ്രസവത്തിലെടുക്കുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമാണ് കുഞ്ഞാകാശം കാണുന്നത്. വാതിൽ പുറപ്പാടുന്നൊരു ചടങ്ങ് തന്നെയുണ്ട്. ഒരു ചരട് കെട്ടി പ്ലാവിൻ്റെ ഇലകൾക്കിടയിലൂടെ മാത്രം ആകാശത്തെ കാണിച്ചു കൊടുത്ത് ദൃശ്യങ്ങൾ കാണാൻ പാകമാക്കിയെടുക്കുന്ന ഏതൊക്കെ ദൃശ്യം കാണണമെന്ന് കുട്ടിക്കാലത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഗർഭിണി ഇരുന്ന് കാണുന്ന പല പദ്ധതികളും ആധുനികരായ ആക്ടിവിസ്റ്റുകളുടെ സംഭാഷണങ്ങൾ ഏതൊരു പുരുഷന്റെ ബീജമാണോ തൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്, ആ പുരുഷനായ ഭർത്താവ് പുരുഷനും താൻ സ്ത്രീയുമാണെന്നും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മത്സരിക്കണമെന്നും സ്ത്രീക്ക് അവകാശങ്ങളുണ്ടെന്നും പുരുഷൻ അവകാശം ചിലതിലില്ലെന്നും ചിലതിലുണ്ടെന്നുമൊക്കെ തർക്കിക്കുകയും വഴക്കുണ്ടാക്കുകയും സ്ത്രീ പുരുഷ ജീവിതം പ്രാതിയൗകികമാണ്, പാരസ്പര്യപൂർവകമല്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടും കേട്ടും സീരിയലുകളിൽ ചർച്ച ചെയ്തും ആക്ടിവിസ്റ്റുകളുടെ ആന്തോളനങ്ങൾ കേട്ടും ഒരു ഗർഭിണി ഇരിക്കുമ്പോൾ അമ്മയുടെ കോശകോശാന്തര വ്യാപാരത്തിലൂടെ കടന്നു ചെല്ലുന്ന സംവേദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കുട്ടി നാളെ ലോകത്തേക്ക് സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെയും ഭിന്നതയുടെയും ലോകങ്ങളുടെ അറിവ് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഏറ്റുവാങ്ങി ജനിച്ചു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിഭൂതികൾ ഒക്കെ ആലോചിച്ച് നോക്കേണ്ടതാണ്. കാണേണ്ടത് എന്താണ്, എന്ത് കണ്ടുകൂടാ? ആരോഗ്യശാസ്ത്രത്തെ വെച്ച് നമ്മുടെ അഭിജ്ഞന്മാരായ ആളുകൾക്ക് അത്തരമൊരു ചിന്ത ഇനിയും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇത്തരമൊരു ദുസ്ഥിതിയിലാണ് നാം പ്രാചീനമായ ആയുർവേദത്തെ പഠിക്കുവാൻ ഒരുങ്ങുകയും പഠിക്കുകയും ചെയ്യും.